നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് വന്ന് നിസ്കരിക്കുന്ന സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വേഗം കൈ കെട്ടി. തങ്ങൾ റുക്കൂയിൽ പെട്ടെന്ന് പോയിട്ട് ജമാഅത്ത് നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുണ്ട്. നീയത്ത് വെച്ച് കൈകെട്ടിയ ഉടനെ തന്നെ തങ്ങൾ റുക്കൂയിൽ പോയി. അപ്പം പിന്നെ ഫാത്തിഹ ഓതണ്ടല്ലോ, നേരെ റുക്കൂയിൽ പോയി. റക്അത്ത് കിട്ടിയ സന്തോഷത്തിൽ സമിഅല്ലാഹു ലിമൻ ഹമിദ ചൊല്ലിയപ്പോൾ ഈ സ്വഹാബി അങ്ങോട്ട് ചൊല്ലി ആ റക്അത്ത് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ, ആത്മീയമായ ആനന്ദത്തിൽ ചൊല്ലി, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അങ്ങോട്ട് ചൊല്ലിപ്പോയി. റക്അത്ത് കിട്ടിയെന്നുള്ള ആ സന്തോഷത്തിൽ അള്ളാഹ്ക്കൊരു ഹംദ്. നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ തങ്ങൾ ചോദിച്ചു, ആരാണ് നീണ്ട ഹംദ് ചൊല്ലിയത്? നിസ്കാരത്തിൽ ആരോ ഈത്തിദാലിൽ നീണ്ട ഹംദ് ചൊല്ലിയല്ലോ. പടച്ചോനെ, ചൊല്ലിയത് എങ്ങാനും അബദ്ധമായിപ്പോയോ? ആ സ്വഹാബി ഉണ്ടാ കൂട്ടത്തില്. തങ്ങൾ പറഞ്ഞു, ആരാ ചൊല്ലിയത്? ലഖദ് റഅയ്തു 12 മലക്കൻ അയ്യുഹും യബ്തദിറൂന ബിഹാ. 12 മലക്കുകൾ ആ ഒരു ദിക്റിന്റെ മഹത്വം ഞാൻ കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് മത്സരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പാ സഹാബി പറഞ്ഞു, ഞാനാ ചൊല്ലിയത്. നിങ്ങളെന്തിനാ അങ്ങനെ ചൊല്ലിയത്? ആ റക്അത്ത് കിട്ടിയ സന്തോഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് ചൊല്ലിയതാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തിയൊക്കെ ഉണ്ട്, പക്ഷെ റക്അത്ത് കിട്ടിയ ഊറ്റത്തിൽ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. കാരണം അവരെ മനസ്സിൽ ആ റക്അത്ത് കിട്ടുമ്പോൾ വന്ന ഒരു സന്തോഷം, ഈമാനികമായ വൈഭവം, അതൊന്ന് വേറെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങോട്ട് സ്തുതിച്ചതാണ്, ധാരാളം സ്തുതി. അപ്പൊ ആ ഒരൊറ്റ ദിക്ർ കൊണ്ടുപോകാൻ മത്സരിച്ച് വന്നിരിക്കുന്നത് 12 മലക്കുകളാണെങ്കിൽ, സൗന്ദര്യപൂർവ്വം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം കൊണ്ടുപോകാൻ വരുന്ന മലക്കുകൾക്ക് കയ്യും കണക്കുമില്ല.